ക്ലാസ് 9 ന്യൂ SCERT പാഠഭാഗങ്ങളാണ് നമ്മൾ ഓഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഓഡിയോയിൽ ജോഗ്രഫി ചാപ്റ്റർ 3 ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കാം. ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം. 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കാം. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് രണ്ടായി തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഡെക്കാൻ പീഠഭൂമി, 2 മധ്യ ഉന്നത തടം. ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ഫസ്റ്റ് വൺ, ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കലാനിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽരൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്ന ശിലകൾ ഏതൊക്കെയാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽരൂപ ശിലകൾ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പ് എന്നാണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണ് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചു ഉണ്ടാകുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണും ഈ കറുത്ത മണ്ണാണ്, അഥവാ റിഗർ മണ്ണ്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ 2 അരികുകളാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യമായി പശ്ചിമഘട്ടം. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്രയാണ്? 1600 കിലോമീറ്റർ. കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ. വടക്ക് നിന്നും തെക്കോട്ട് ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം വടക്ക് നിന്ന് തെക്കോട്ട് പോകുമ്പോൾ ഉയരം കൂടി വരികയാണ് ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്തെ എന്താണ് പേര്? നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര്. നീലഗിരി, സഹ്യാദ്രി. മഹാരാഷ്ട്രയിലാണ് സഹ്യാദ്രി എന്നറിയപ്പെടുന്നത്.
തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബേട്ട ഈ മേഖലയിലെ മറ്റൊരു കൊടുമുടിയാണ്. ഉപദ്വീപീയ നദികൾ പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട നിരയിലാണ്. അപ്പോൾ ഈ ദോഡാബേട്ട മലനിരകളുടെ ഉയരം 2637 മീറ്ററാണ്. അപ്പോൾ ആനമുടിയും ദോഡാബേട്ടയും എവിടെയാണ്? പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ആനമുടിയും ദോഡാബേട്ടയും. ആനമുടി 2695 മീറ്ററും ദോഡാബേട്ട 2637 മീറ്ററുമാണ്. അടുത്തത് പൂർവഘട്ടം. ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി ഇവ പൂർവഘട്ട കുന്നുകളാണ്. ഏതൊക്കെയാണ് പൂർവഘട്ട കുന്നുകൾ? ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി ഇവ പൂർവഘട്ട കുന്നുകളാണ്. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ ഏകദേശം 800 കിലോമീറ്റർ പൂർവഘട്ടത്തിൻ്റെ ആകെ നീളം. പശ്ചിമഘട്ടത്തിൻ്റെ നീളം 1600 കിലോമീറ്റർ ആണെങ്കിൽ പൂർവഘട്ടത്തിൻ്റെ നീളം 800 കിലോമീറ്റർ ആണ്. പൂർവഘട്ടം എവിടെ മുതൽ എവിടെ വരെയാണ്? തമിഴ്നാട്ടിലെ നീലഗിരി, ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെയാണ്. ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെയാണ് പൂർവഘട്ടത്തിൻ്റെ നീളം. അത് പൂർവഘട്ടം വ്യാപിച്ചിരിക്കുന്നത് ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ. ഇതിൻ്റെ നീളം 800 കിലോമീറ്ററാണ്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെയാണ് ഒഴുകുന്നത്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായി തിരിക്കാമെന്ന് പറഞ്ഞു. ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നത തടവും. അതിൽ ഡെക്കാൻ പീഠഭൂമി നമ്മൾ പറഞ്ഞു. ഡെക്കാൻ പീഠഭൂമി 2 ഭാഗങ്ങളാണ്, പശ്ചിമഘട്ടവും പൂർവഘട്ടവും. അടുത്തത് മധ്യ ഉന്നത തടം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വത നിരയാണ്. പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ്. മാൾവ പീഠഭൂമിയുടെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് അബു ആണ്. അപ്പോൾ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? അത് മൗണ്ട് അബു ആണ്. മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. അപ്പോൾ മധ്യ ഉന്നത തടം ത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഏത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മൗണ്ട് അബു എവിടെയാണ്? മൗണ്ട് അബു ആരവല്ലി നിരയിലാണ്. മാൾവ പീഠഭൂമിയുടെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അബു. അടുത്തത് നീലഗിരി. തമിഴ്നാട്, കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയാണ് നീലഗിരി. ഇവിടുത്തെ ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കുമ്പൂർ, കോട്ടഗിരി എന്നിവ. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടി അഥവാ ഉദകമണ്ഡലമാണ്. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ഏതാണ്? നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിൻ്റെ ഗതി. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം.
വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ്. ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ? രാജസ്ഥാനിലെ ജയ്സാൽമീർ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് വേർപെടുത്തതാണെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നത തടവും മാത്രമല്ല. അതായത് രാജസ്ഥാനിലെ ജയ്സാൽമീർ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് വേർപെട്ടതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാന ചരിവ് എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടവും മധ്യ ഉന്നതതലത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്നതാണ് ഉപദ്വീപീയ നീരൊഴുക്കിനെ ഉപദ്വീപീയ നീരൊഴുക്കിനെ മൂന്നായി തിരിക്കുന്നു. പശ്ചിമഘട്ടവും മധ്യ ഉന്നതതലത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് ഉപദ്വീപീയ നീരൊഴുക്കിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. ഇങ്ങനെ മൂന്നായിട്ട് ഉപദ്വീപീയ നദികളെ തിരിക്കാം. വൃഷ്ടിപ്രദേശം ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. നീർത്തടം ഒരു നദിയും അതിൻ്റെ പോഷക നദിയും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് പറയുന്നു. ജലവിഭാജകം രണ്ട് അതിർത്തി രേഖകളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം. അപ്പോൾ വൃഷ്ടിപ്രദേശം എന്താണെന്ന് പറഞ്ഞു, നീർത്തടം എന്താണെന്ന് പറഞ്ഞു. അടുത്തത് ജലവിഭാജകം എന്താണ്? രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി മേഖലയെ ജലവിഭാജകം എന്ന് വിളിക്കാം. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിഹാവ മലനിരകളിൽ നിന്നാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബ്, ടെൽ എന്നിവ. ഇത് ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. മഹാനദി ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിഹാവ മലനിരകളിൽ നിന്നാണ്. ഇനി ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി. ഇതിൻ്റെ പോഷക നദികളാണ് പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നും, മഹാനദി ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിഹാവ മലനിരകളിൽ നിന്നുമാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബ്, ടെല്ല്. ഗോദാവരിയുടെ പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി. അടുത്തത് കൃഷ്ണ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ. കൃഷ്ണയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവ. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണ ഒഴുകുന്നത്. കാവേരി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി.
അതിൻ്റെ പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി എന്നിവ. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി. അപ്പോൾ നമ്മൾ 4 കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെക്കുറിച്ച് പറഞ്ഞു. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയും ഗോദാവരി നദിക്കുണ്ട്. ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. അപ്പോൾ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. 1465 കിലോമീറ്ററാണ് നീളം. ഈ നദിയെ ദക്ഷിൺ ഗംഗ എന്നാണ് വിളിക്കുന്നത്. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടകവും തമിഴ്നാടും തമ്മിലാണ് കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത്. വറ്റാത്ത കാവേരി. ഉഷ്ണകാലത്ത് നദിയുടെ വൃഷ്ടിപ്രദേശം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതിനാൽ ഈ നദിയിൽ എപ്പോഴും വറ്റാത്ത നദിയായിട്ടാണ് കാണുന്നത്. ഇനി അടുത്തത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി. ഇവയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. നർമ്മദ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഖണ്ഡക്കിൽ നിന്നുമാണ്. ഇതിൻ്റെ പോഷക നദികളാണ് ഹിരൺ, ബെഞ്ചാൻ എന്നിവ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. താപ്തി ഉത്ഭവിക്കുന്നത് മുൾത്തായ്, മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. പൂർണ്ണ, ഗിർന എന്നിവയാണ് താപ്തിയുടെ പോഷക നദികൾ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ് താപ്തി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെക്കുറിച്ചും കിഴക്കോട്ട് ഒഴുകുന്ന നദികളെക്കുറിച്ചും പറഞ്ഞ് ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്നവ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ് നർമ്മദ, താപ്തി എന്നിവ. അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? നർമ്മദ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിഷേധമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നർമ്മദ ബച്ചാവോ ആന്തോളന് സാധിച്ചു. ഗംഗയിലേക്കെത്തുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നുചേരുന്ന നദികളാണ് ചമ്പൽ, ബദ്വ എന്നിവ. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ അറിയപ്പെടുന്നത് റവൈൻസ് എന്നാണ്. ഇത് ഒരു നിഷ്ഫല ഭൂപ്രകൃതിയാണ്. മാൾവ പീഠഭൂമിയുടെ വടക്കേ അരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദന പ്രവർത്തനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ അറിയപ്പെടുന്നത് എന്താണ്? റവൈൻസ്. ഉപദ്വീപീയ നദികൾ പൊതുവെ ജലഗതാഗത യോഗ്യമല്ല. നീർത്തട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിരാക്കുഡ് നീർത്തട പദ്ധതി മഹാനദിയിലാണ്. സംസ്ഥാനം ഒഡീഷയാണ്. തുംഗഭദ്ര നീർത്തട പദ്ധതി തുംഗഭദ്ര നദിയിലാണ്. സംസ്ഥാനം കർണാടകയാണ്. സർദാർ സരോവർ നീർത്തട പദ്ധതി നർമ്മദയിലാണ്. സംസ്ഥാനം ഗുജറാത്താണ്. കൃഷ്ണരാജസാഗർ നീർത്തട പദ്ധതി കാവേരി നദിയിലാണ്. സംസ്ഥാനം കർണാടകയാണ്. നിസാം സാഗർ നീർത്തട പദ്ധതി ഗോദാവരി നദിയിലാണ്. സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയാണ് വിവിധോദ്ദേശ പദ്ധതികളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ട് സാധ്യമാക്കുന്ന വിവിധ പദ്ധതികളെ നമ്മൾ പറയുന്ന പേരാണ് വിവിധോദ്ദേശ പദ്ധതികൾ. അടുത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ.
ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ രണ്ടായി തിരിക്കാം: ആർദ്ര ഇലപൊഴിയും കാടുകളും വരണ്ട ഇലപൊഴിയും കാടുകളും. ആർദ്ര ഇലപൊഴിയും കാടുകളിൽ 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. വരണ്ട ഇലപൊഴിയും കാടുകളിൽ 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ രണ്ടായി തിരിക്കാം: ആർദ്ര ഇലപൊഴിയും കാടുകൾ, വരണ്ട ഇലപൊഴിയും കാടുകൾ. ഉഷ്ണമേഖല മുൾക്കാടുകൾ. 75 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ദക്ഷിണ പർവ്വത വനങ്ങൾ. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്, പർവ്വത മണ്ണ് എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ. ഓരോ പ്രദേശത്തുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതാതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. എക്സാമ്പിൾ: കറുത്ത മണ്ണ്. നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണമാണ് എക്കൽ മണ്ണ്. അപ്പോൾ തനതിട മണ്ണിനം കറുത്ത മണ്ണും വഹിച്ചു വരുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. കറുത്ത മണ്ണ്. ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് ചെമ്മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പർവ്വത മണ്ണ്. ഇത് ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. ഇന്ത്യയിലെ കാപ്പി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടകം. കാപ്പി കൃഷിയുടെ 59%, കാപ്പി ഉൽപ്പാദനത്തിൻ്റെ 70% കർണാടകയിലാണ്. 22%, കേരളം 2-ാം സ്ഥാനത്തുണ്ട്. അറബിക്ക, റോബസ്റ്റ എന്നിവയാണ് മുന്തിയ കാപ്പി ഇനങ്ങൾ. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനങ്ങളെക്കുറിച്ച് പറഞ്ഞു. കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്, പർവ്വത മണ്ണ്. എന്താണ് കറുത്ത മണ്ണ്? ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് ചെമ്മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പർവ്വത മണ്ണ്. ഇത് ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. പീഠഭൂമിയിൽ തേയിലക്കൃഷി പ്രധാനമായും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരയിലുമാണ്. അപ്പോൾ തേയിലക്കൃഷി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരയിലുമാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത്. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബ
സുഭാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിലെത്തിച്ച് കർണാടകയിലെ ചിക്ക്മംഗ്ലൂരുവിലെ മലയോരത്ത് കാപ്പി കൃഷി ആരംഭിച്ചത്. ഇന്ത്യയിൽ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ഭാഭാ ബുധാൻ കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കരിമ്പ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഇതിൻ്റെ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും, ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പും താരതമ്യേന ഉയർന്ന അളവിലുള്ള സുക്രോസ് അംശം കാണപ്പെടുന്നു. ഇതൊക്കെയാണ് ഇതിന് കാരണമായ അനുകൂല ഘടകങ്ങൾ. അടുത്തത് പരുത്തി. ഒരു ഖാരിഫ് വിളയാണ് പരുത്തി. ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ ജനുവരി ടു മെയ് വിളവെടുക്കുന്നു. 21 ഡിഗ്രി ടു 30 ഡിഗ്രി താപനിലയും 50 സെൻറ്റിമീറ്റർ ടു 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. പരുത്തി കൃഷിയിൽ 1-ാം സ്ഥാനം ഗുജറാത്താണ്, 2-ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ നമ്മൾ പീഠഭൂമിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ 2ആയി തിരിച്ചു. ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം. അതിൽ തന്നെ മധ്യ ഉന്നതതടത്തിൽ മാൾവ പീഠഭൂമിയും ഉണ്ട്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും ഉണ്ട്. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നത് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി തിരിക്കാം. അതേതൊക്കെയാണ്? 1 വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, 2 മധ്യമേഖല, 3 ദക്ഷിണ മേഖല, 4 തെക്ക് പടിഞ്ഞാറൻ മേഖല, 5 വടക്ക് പടിഞ്ഞാറൻ മേഖല. ഇങ്ങനെ 5 വിഭാഗങ്ങളായി ഉപദ്വീപീയ പീഠഭൂമിയിലെ ധാതു മേഖലകളെ തിരിക്കാം. ഒന്നാമത്തത് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. ഏറ്റവും വലിയ ധാതു മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ, ഒഡീഷ പീഠഭൂമികൾ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. 2 മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നതാണ് മധ്യമേഖല. 3 ദക്ഷിണ മേഖല. കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗവും ചേർന്നതാണ് ദക്ഷിണ മേഖല. തെക്ക് പടിഞ്ഞാറൻ മേഖല. പടിഞ്ഞാറൻ കർണാടകയും ഗോവയും ചേർന്ന ഭാഗമാണ് തെക്ക് പടിഞ്ഞാറൻ മേഖല. വടക്ക് പടിഞ്ഞാറൻ മേഖല. രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും ചേർന്നതാണ് വടക്ക് പടിഞ്ഞാറൻ മേഖല. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.